ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന പോസ്റ്റിൽ പൊതുവെ ചോദിച്ച് കണ്ടിട്ടുള്ള കെമിസ്ട്രിയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 0.1 molar aqueous solution of the following compounds will exhibit the largest depression of freezing point. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് 0.1 മോളാർ അക്വസ് സൊല്യൂഷൻ ആണ് എന്നുള്ള കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാം സെയിം കോൺസെൻട്രേഷൻ ആണ്, പക്ഷെ താഴെയുള്ളതിൽ ഏത് കോമ്പൗണ്ട് ആയിരിക്കും ലാർജസ്റ്റ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് കാണിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട് KCl തന്നിട്ടുണ്ട്, ഗ്ലൂക്കോസ് തന്നിട്ടുണ്ട്, K2SO4 തന്നിട്ടുണ്ട്, Al2SO4 ത്രൈസ്. അങ്ങനെ കുറച്ച് കോമ്പൗണ്ട്സ് നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇത് കാണുക? നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന പോർഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. വൺ ഓഫ് ദ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് എന്ത്? ഡിപ്രഷൻ ഓഫ് ദി ഫ്രീസിംഗ് പോയിന്റ്. ആ ഡിപ്രഷൻ ഓഫ് ദി ഫ്രീസിംഗ് പോയിന്റ് എന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ഡിപ്രഷൻ ഓഫ് ദി ഫ്രീസിംഗ് പോയിന്റ് ഈക്വൽ ടു I × KF × M. KF എന്ന് പറയുന്നത് മൊളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് ആണ്, M എന്ന് പറയുന്നത് മൊളാലിറ്റി ആണ്, I എന്ന് പറയുന്നത് എന്താണ്? വാൻ ഹോഫ് ഫാക്ടർ ആണ്. എന്താണ് ഈ വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്നത്? നമ്മൾ അവിടെ പഠിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വെച്ച് നമ്മൾ മോളാർ മാസ് ആണ് മെയിനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ആ കാൽക്കുലേറ്റഡ് മോളാർ മാസിൽ നിന്ന് നമുക്ക് കുറച്ച് വേരിയേഷൻസ് ഒക്കെ സംഭവിക്കും. കാരണം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻ എ സൊല്യൂഷൻസ് ഓർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ സൊല്യൂഷൻ. അതിനെ പ്രോപ്പർട്ടി, ആ ഒരു നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മാറുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത മാസിൽ നിന്നും ചില വേരിയേഷൻസ് ഒക്കെ കാണിക്കും. ആ വേരിയേഷൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കറക്ഷൻ ഫാക്ടർ ആയിട്ടാണ് നമ്മൾ ആരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? I എന്ന് പറയുന്ന വാൻ ഹോഫ് ഫാക്ടറിനെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് I-നെ കൊണ്ട് നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഈ വാൻ ഹോഫ് ഫാക്ടർ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എഗെയിൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയാണ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നത്, ഏതൊക്കെയാണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുന്നത്, അത് നോക്കിയാൽ മതി നമുക്ക് ഇതിന്റെ ആൻസർ ആയി. അതായത് തന്നിരിക്കുന്നതിൽ KCl എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. K2SO4 സ്ട്രോങ് ആണ്. Al2SO4 ത്രൈസും എന്താണ്? ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. പക്ഷേ നമ്മളുടെ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സൊല്യൂഷനിൽ ഡിസോസിയേറ്റ് ചെയ്യില്ല. ഡിസോസിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ I എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന് 1 ആയിരിക്കും. KCl ഡിസോസിയേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് മാറുന്നത്? K++Cl-. ഇവിടെ എത്രയാണ് നമ്പർ ഓഫ് ഡിസോസിയേറ്റഡ് അയോൺസ്? എത്രയാണ്? 2 അയോൺസ് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ വാൻ ഹോഫ് ഫാക്ടർ എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, അതുപോലെ K2SO4 എന്തായിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്? 2K++SO4 2- ആയിട്ടാണ് നമ്മൾക്ക് ഡിസോസിയേറ്റ് ചെയ്ത് കിട്ടുക. അതായത് 2 K+ഉം ഒരു SO4 2- അയോണും ഉണ്ട്. അപ്പോൾ നമുക്ക് Y എന്തായിരിക്കും കിട്ടുക? 3. ഓക്കെ, ദെൻ Al2SO4 ത്രൈസ് ആണെങ്കിലോ 2Al3++ 3SO4 2-. അതായത് 5 അയോൺസ് ആണ്. 2 Al3+ അയോൺസും 3 SO4 2- അയോൺസും, ടോട്ടൽ 5 അയോൺസ് ആണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ I എത്രയായിരിക്കും? 5 ആയിരിക്കും. നമ്പർ ഓഫ് അയോൺസ് കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് ഡിസോസിയേറ്റഡ് അയോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്താണ്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടും. അത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ ഒന്നാണ് എന്ത്? ഡിപ്രഷൻ ഓഫ് ദ ഫ്രീസിംഗ് പോയിന്റ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ലാർജസ്റ്റ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് കാണിക്കുന്നത്? ലാർജസ്റ്റ് വാൻ ഹോഫ് ഫാക്ടർ ആരാണോ അവരായിരിക്കും ലാർജസ്റ്റ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. Al2SO4 ത്രൈസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെയിം ദ ഡിഫക്റ്റ് ഇൻ ക്രിസ്റ്റൽസ് വിച്ച് ഈസ് കോസ്ഡ് ബൈ ദ ഷിഫ്റ്റിംഗ് ഓഫ് എൻ അയോൺ ഫ്രം ഇറ്റ്സ് നോർമൽ പൊസിഷൻ ടു എൻ ഇൻഡസ്ട്രീഷ്യൽ പൊസിഷൻ. നമ്മൾ ഡിഫക്ട്സ് പഠിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ സോളിഡ് സ്റ്റേറ്റിലാണ് നമ്മൾ ഡിഫക്ട്സ് പഠിക്കുന്നത്. ആ ഡിഫക്ട്സിൽ ഒന്നാണ് പറയുന്നത് എന്താണ്? ഷിഫ്റ്റിംഗ് ഓഫ് എൻ അയോൺ ഫ്രം ഇറ്റ്സ് നോർമൽ പൊസിഷൻ. നോർമൽ പൊസിഷൻ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ആ അയോൺ എവിടെ പോയാണ് നിൽക്കുന്നത്? ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ഡിഫക്ട്സ് ഇതിൽ ഏതാണെന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, ഷോർട്ട് കീ ഡിഫക്റ്റ്, ഫ്രങ്കൽ ഡിഫക്റ്റ്. ഇതിൽ ഏതാണ് ആ ഡിഫക്റ്റ് എന്നുള്ളതാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് എടുക്കേണ്ടത്. ഏതാണ്? ഓപ്ഷൻ എ ഓൾ ദ above, option B none of the above, option C only 3 and option D only
2. ഇതിലേതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നിങ്ങൾക്കറിയോ? നിങ്ങളുടെ അയോൺസ് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് മാറി ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ്സിലേക്ക് മാറിപ്പോകുന്ന ആ ഒരു ഡിഫക്റ്റിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഫ്രെങ്കൽ ഡിഫക്റ്റ്. എന്താണ്? ഫ്രെങ്കൽ ഡിഫക്റ്റ്. എന്താണ് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് ചോദിച്ചാലോ, ഈക്വൽ അയോൺസ്, ഈക്വൽ കാറ്റയോൺസ് ആൻഡ് ഈക്വൽ ആനയോൺസ് മിസ്സാവുന്ന ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് തന്നെ ബൈ ആനയോൺ വാക്കൻസീസ് മൂലം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ പ്രസൻസിൻ്റെ മൂലം നമുക്ക് എന്തുണ്ടാവാറുണ്ട്? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഏതാണ് ഇതിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഫ്രെങ്കൽ ഡിഫക്റ്റ് മാത്രമാണ് എന്ത് വരുന്നത്? അതായത് ഒറിജിനൽ പൊസിഷനിൽ നിന്ന് നമ്മൾ ആനയോൺസ് മാറി എവിടെ ഓക്യുപ്പൈ ചെയ്യുക? നമ്മുടെ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ ഓക്യുപ്പൈ ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പ്രിമിറ്റീവ് സെൽ ഹാവ് അൺഈക്വൽ എഡ്ജ് ലെങ്ത്സ് ആൻഡ് ഓൾ ആക്സിയൽ ആംഗിൾ ഡിഫറെൻറ്റ് ഫ്രം 90 ഡിഗ്രി? ഏത് പ്രിമിറ്റീവ് സെല്ലിനാണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. 7 ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽസ്. ഏതൊക്കെയാണ് അതൊന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ സീറ്റോം HRT എന്ന് പറയുന്ന ഒരു കോഡ് വെച്ചിട്ടാണ് നമ്മളത് പഠിച്ചിരുന്നത്. സീറ്റോം HRT. ഏതാണ്? C for cubic, T for tetragonal, O for orthorhombic, M for monoclinic, H for hexagonal, R for rhombohedral and T for ട്രൈക്ലിനിക്. ഇത്രയാണ് 7 ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റം. ഇതിൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഏതാണ്? വിച്ച് പ്രിമിറ്റീവ് സെൽ ഹാവ് അൺഈക്വൽ എഡ്ജ് ലെങ്ത് ആയിരിക്കണം. അതായത് എഡ്ജ് ലെങ്ത് A = B = C. അത് മൂന്നും എന്താണ്? ഈക്വൽ ആവരുത്, അൺഈക്വൽ ആവണം. അതുപോലെ തന്നെ ഓൾ ആക്സിയൽ ആംഗിൾ ഡിഫറെൻറ്റ് ഫ്രം 90 ഡിഗ്രി. അതായത് ആൽഫ, ബീറ്റ, ഗാമ, ഇതാണ് നമ്മുടെ ആക്സിയൽ ആംഗിൾസ്. അതൊന്നും എന്തിന് ഈക്വൽ ആവരുത് എന്നാണ് പറഞ്ഞത്? നമ്മുടെ 90 ഡിഗ്രിക്ക് ഈക്വൽ ആവരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റം, ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പ്രിമിറ്റീവ് സെൽ നമ്മൾ എവിടെയാണ് പഠിച്ചത്? ഓർക്കുന്നുണ്ടോ? ഇതിലേതാണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് നമ്മുടെ ട്രൈക്ലിനിക് ആണ്. അതായത് മോസ്റ്റ് അൺസിമെട്രിക്കൽ ക്രിസ്റ്റൽ സിസ്റ്റം ആണ് എന്ത്? നമ്മുടെ ട്രൈക്ലിനിക്. മോസ്റ്റ് സിമെട്രിക്കൽ ക്രിസ്റ്റൽ സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ എന്താണ്? ക്യൂബിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വേക്കൻറ്റ് സ്പേസ് ഇൻ എ BCC ലാറ്റിസ് യൂണിറ്റ് സെൽ ഈസ്. വേക്കൻറ്റ് സ്പേസ് BCC ലാറ്റിസ് സെല്ലിൽ വേക്കൻറ്റ് സ്പേസ് എത്രയാണെന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓരോ യൂണിറ്റ് സെല്ലിൻ്റെയും പാക്കിംഗ് എഫിഷ്യൻസി പഠിച്ചിരുന്നു, അല്ലേ? ക്യൂബിക്കിൽ പാക്കിംഗ് എഫിഷ്യൻസി നമ്മൾ പഠിച്ചിട്ടുണ്ട്, FCCയിൽ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ BCCയിലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? എത്രയായിരുന്നു പാക്കിംഗ് എഫിഷ്യൻസി? ക്യൂബിക്കിലുള്ള പാക്കിംഗ് എഫിഷ്യൻസി ആയിരുന്നു 52.4, അല്ലേ? FCCയിലുള്ള പാക്കിംഗ് എഫിഷ്യൻസി ആണ് 74%. ദെൻ BCCയിലുള്ളതാണ് 68%. അപ്പോൾ നമ്മളുടെ പാക്കിംഗ് എഫിഷ്യൻസി ഇങ്ങനെയാണെങ്കിൽ, അതായത് എത്രത്തോളം എഫക്റ്റീവ്ലി പാക്ക്ഡ് ആണെന്നുള്ളതാണ് നമ്മുടെ പാക്കിംഗ് എഫിഷ്യൻസി കാണിക്കുന്നത്, അല്ലേ? എത്രത്തോളം എഫക്റ്റീവായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ആ പാക്ക് ചെയ്യാത്ത ബാക്കി സ്പേസുകളൊക്കെ എന്താണ്? വേക്കൻറ്റ് സ്പേസ് ആണ്, അല്ലേ? അപ്പോൾ നമ്മളുടെ വേക്കൻറ്റ് സ്പേസ് എത്രത്തോളം വരും? ജസ്റ്റ് 100 മൈനസ് ചെയ്താൽ മതി. 100% നിന്ന് ഈ ഒരു പാക്കിംഗ് എഫിഷ്യൻസി മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ക്യൂബിക്കിൻ്റെ വേക്കൻറ്റ് സ്പേസ് എത്രയായിരിക്കും? 47.6% ആയിരിക്കും. FCCയുടെ 26% ആയിരിക്കും. അതുപോലെ BCCയുടെ 32% ആയിരിക്കും. നമ്മളോട് BCC ആണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി, 32% ആണ് കറക്റ്റ് ആൻസർ. FCC ആണ് ചോദിച്ചിരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഡി 26% ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ദ റിലേഷൻ ബിറ്റ്വീൻ RMS വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി ആൻഡ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ഈ 3 ടൈപ്പ് ഓഫ് വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? √2RT/m. ഓക്കെ, ദെൻ ആവറേജ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? √8RT/m. ദെൻ RMS വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? √3RT/m. ഓക്കെ, ഇതിലേതാണ് ഏറ്റവും കൂടുതൽ? ഇതിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്യാനാണ് വേണ്ടത്. ഏതാണ് ആദ്യം കൂടുതൽ, പിന്നെ കൂടുതൽ, പിന്നെ കൂടുതൽ? ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ കോമൺ ആയിട്ട് ആര് വരുന്നുണ്ട്? √RT/m വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഈ റേഷ്യോ നമ്മൾ എടുക്കുകയാണെങ്കിൽ, വി ആവറേജ്, വി മോസ്റ്റ് പ്രോബബിൾ, വി RMSൻ്റെ റേഷ്യോ നമ്മൾ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? √2:8/π/√3. ഇതിൻ്റെ വാല്യൂസ് വരുന്നത് എങ്ങനെയാണെന്ന് അറിയോ? 1.414
റൂട്ട് 2ൻ്റെ വാല്യൂ √8/π വാല്യൂ 1.596, √3യുടെ വാല്യൂ 1.732. ഓക്കെ, ഈ വാല്യൂസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഏറ്റവും കൂടുതൽ. VRMS അല്ലേ, നമ്മുടെ നേരെ നോക്കിയാൽ മതി, നമ്മുടെ റേഷ്യോ നോക്കിയാൽ മതി. VRMSൻ്റെ വാല്യൂ ആണ് കൂടുതൽ 1.732. ദെൻ V ആവറേജ് ആണ് അടുത്തത് വരുന്നത് 1.596. ദെൻ V മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ആണ് അടുത്തത് വരുന്നത്, ലാസ്റ്റ് വരുന്നത്, അതായത് 1.414. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത്? ഏതാണ് ആദ്യം വരുന്നത്? RMS വെലോസിറ്റി, ദെൻ വരുന്നത് ആവറേജ് വെലോസിറ്റി, ദെൻ വരുന്നത് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൾഡ് ദ സെക്കൻഡറി എയർ പൊല്യൂട്ടൻ? ഏതാണ് തന്നിരിക്കുന്നതിൽ സെക്കൻഡറി എയർ പൊല്യൂട്ടൻ എന്നാണ് നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: സൾഫർ ഡയോക്സൈഡ്, ഓസോൺ, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്. ഇതിലേതാണ് സെക്കൻഡറി എയർ പൊല്യൂട്ടൻ? അതിന് ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രൈമറി എയർ പൊല്യൂട്ടൻ എന്താണെന്നും സെക്കൻഡറി എയർ പൊല്യൂട്ടൻ എന്താണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് പ്രൈമറി എയർ പൊല്യൂട്ടൻ? നമ്മൾ ഡയറക്റ്റ്ലി അറ്റ്മോസ്ഫിയറിലേക്ക്, നമ്മളെ സറൗണ്ടിങ്സിലേക്ക് എമിറ്റ് ചെയ്യുന്നതാണ് എന്ത്? പ്രൈമറി എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. പക്ഷേ സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് എങ്ങനെയാണ്? നമ്മൾ സറൗണ്ടിങ്സിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് മൂലം നമുക്ക് ഫോം ആവുന്ന പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് എന്ന് നമുക്ക് പറയുന്നത്. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് സെക്കൻഡറി എയർ പൊല്യൂട്ടൻ എന്നറിയോ? ഓസോൺ ആണ് മക്കളെ. ഓസോൺ ആണ് സെക്കൻഡറി എയർ പൊല്യൂട്ടൻ. ബാക്കിയെല്ലാം സൾഫർ ഡയോക്സൈഡ് ആവട്ടെ, കാർബൺ മോണോക്സൈഡ് ആവട്ടെ, നൈട്രജൻ ഡയോക്സൈഡ് ആവട്ടെ, ഇവരെല്ലാം ആരാണ്? പ്രൈമറി എയർ പൊല്യൂട്ടൻ്റ് ആണ്. ഇവർ ഡയറക്റ്റ്ലി നമ്മുടെ സറൗണ്ടിങ്സിലേക്ക് എമിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഡസ് AQI സ്റ്റാൻഡ് ഫോർ? AQI എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഫുൾ ഫോം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയേ. ആംബിയന്റ് ക്വാളിറ്റി ഇൻഡിക്കേറ്റർ, അറ്റ്മോസ്ഫിയറിക് ക്വാളിറ്റി ഇൻഡെക്സ്, എയർ ക്വാളിറ്റി ഇൻഡെക്സ് ആൻഡ് എയർ ക്വാണ്ടിറ്റി ഇൻഡെക്സ്. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് AQI എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ഫുൾ ഫോം എന്നറിയോ? എയർ ക്വാളിറ്റി ഇൻഡെക്സ്, അതാണ് AQI എന്ന് പറയുന്നത്. എയർ ക്വാളിറ്റി ഇൻഡെക്സ്, അതായത് നമ്മുടെ സറൗണ്ടിങ്സിലെ എയർ എത്രത്തോളം പൊല്യൂട്ടഡ് ആണ് എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് എന്ത്? AQI എന്ന് പറയുന്ന എയർ ക്വാളിറ്റി ഇൻഡെക്സ്. അപ്പോൾ നമുക്കറിയാം ഇന്ന് നമ്മളുടെ ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ എയർ പൊല്യൂഷൻ ഉള്ളത് അല്ലേ? അപ്പോൾ ഡൽഹിയിലാണ് നമ്മളുടെ ഓൾ ഇന്ത്യ എടുത്താൽ ഡൽഹിയിലാണ് AQI ഏറ്റവും കൂടുതൽ വാല്യൂ കാണിക്കുന്നത്. എവിടെയാണ്? ഡൽഹിയിലാണ്. ദാറ്റ് മീൻസ് ഡൽഹി ഈസ് മോസ്റ്റ് പൊല്യൂട്ടഡ്. എയർ പൊല്യൂഷൻ കൂടുതലുള്ളത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് പോളിമർ ഈസ് യൂസ്ഡ് ടു മേക്ക് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ്? ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി, മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോളിമർ ഇവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയേ. ഗ്ലിപ്റ്റാൾ ഉണ്ട്, PMMA, പോളിമീഥൈൽ മെത്താക്രിലേറ്റ് തന്നിട്ടുണ്ട്, ടെഫ്ലോൺ, പോളി ടെട്രാഫ്ലൂറോ എത്തീൻ തന്നിട്ടുണ്ട്. നൺ ഓഫ് ദീസ്. ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ വരിക എന്നറിയാം മക്കളെ? PMMA ആണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. അതായത് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് PMMA. അത് റിജിഡാണ്, ട്രാൻസ്പെറൻ്റ് ആണ്. ആ പ്രോപ്പർട്ടി കൊണ്ടാണ് നമ്മൾ PMMA എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗ്ലിപ്റ്റാൾ യൂസ് ചെയ്യുന്നത് ഫാബ്രിക്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഗ്ലിപ്റ്റാൾ എന്ന് പറയുന്നത്. ടെഫ്ലോൺ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? നമ്മുടെ നോൺ സ്റ്റിക്ക് കുക്ക് വെയേഴ്സിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടെഫ്ലോൺ. നോൺ സ്റ്റിക്ക് കുക്ക് വെയേഴ്സിൻ്റെ മാനുഫാക്ചറിങ്ങിലാണ് നമ്മൾ ടെഫ്ലോൺ യൂസ് ചെയ്യുന്നത്. കാരണം അതിന് ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവുള്ളത് കൊണ്ടാണ് നമ്മൾ ടെഫ്ലോൺ എവിടെ യൂസ് ചെയ്യുന്നത്? നോൺ സ്റ്റിക്ക് കുക്ക് വെയറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ കോമ്പൗണ്ട് ഹാവ് ഹയസ്റ്റ് വാല്യൂ ഓഫ് വൺ ഹോഫ് ഫാക്ടർ? നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏതാണ് ഇതിൽ താഴെ തന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വൺ ഹോഫ് ഫാക്ടർ കൂടുതലുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്ത് നോക്കിയാൽ മതി? ഡിസോസിയേഷൻ അല്ലേ? ഏറ്റവും കൂടുതൽ ഡിസോസിയേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് അയോൺസ് തരുന്നത് ആരാണോ അവർക്കായിരിക്കും വൺ ഹോഫ് ഫാക്ടർ കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, NaCl ഡിസോസിയേറ്റ് ചെയ്യുന്നതാണ് ഉറപ്പായിട്ടും. NaCl ഡിസോസിയേറ്റ് ചെയ്ത് എത്ര അയോൺസ് ഉണ്ടാവുന്നത്? Na++Cl-. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, സെയിം കോൺസെൻട്രേഷൻ ആണേ. സെയിം കോൺസെൻട്രേഷൻ്റെ കേസിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി BaCl2 ബേരിയം ക്ലോറൈഡ് ഡിസോസിയേറ്റ് ചെയ്താലോ? Ba2++ 2Cl- ആയിട്ട് മാറും. അതായത് അവിടെ 3 അയോൺസ് ആണ് ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവുന്നത്. എന്നാൽ K4FeCN6 ടൈംസിലോ അവിടെ 4K++ FeCN
6 ടൈംസ് 4 മൈനസ്, ഇവിടെ 4K+ ഉണ്ട്, ഒരു FeCN 6 ടൈംസ് 4 മൈനസ് എന്ന് പറയുന്ന അയോൺ ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ എത്ര അയോൺസ് ഉണ്ട്? ടോട്ടൽ 5 അയോൺസ് ഉണ്ട്. എന്നാൽ ഗ്ലൂക്കോസിലോ, ഗ്ലൂക്കോസ് അഗൈൻ പറഞ്ഞു നമ്മൾ ഡിസോസിയേറ്റ് ചെയ്യില്ല, അത് നോൺ ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിന് ഡിസോസിയേഷൻ നടക്കില്ല. അതുകൊണ്ട് വാൻ ഹോഫ് ഫാക്ടർ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് ഹയസ്റ്റ് വാല്യൂ കാണിക്കുന്നത്? ഒബ്വിയസ്ലി ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ലോ ഡെൻസിറ്റി പോളിത്തീൻ LDPE ഈസ് ഒബ്റ്റെയിൻഡ് അണ്ടർ. എപ്പോഴാണ് LDPE നമുക്ക് കിട്ടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആ കണ്ടീഷൻ എന്നുള്ളത്? പോളിമേഴ്സിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹൈ ടെമ്പറേച്ചർ ലോ പ്രഷർ, ലോ ടെമ്പറേച്ചർ ഹൈ പ്രഷർ, ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ ലോ പ്രഷർ. നിങ്ങൾക്കറിയാം ഹൈ ടെമ്പറേച്ചർ അല്ലേ, അതായത് 350 to 570 കെൽവിൻ ടെമ്പറേച്ചർ, 1000 to 2000 അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഹൈ പ്രഷർ കണ്ടീഷനിൽ എന്തിൻ്റെ പ്രസൻസിലാണ്? പെറോക്സൈഡ്സിൻ എന്ന് പറയുന്ന കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ നമ്മൾ എത്തിലീൻ മോളിക്യൂൾസിൻ്റെ അഡീഷൻ പോളിമറൈസേഷൻ നടത്തിയാണ് നമുക്ക് ആരെ കിട്ടുന്നത്? ലോ ഡെൻസിറ്റി പോളിയത്തിൻ കിട്ടുന്നത്. അപ്പോൾ അവിടുത്തെ കണ്ടീഷൻ എന്താണ്? ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ കണ്ടീഷനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഡൈല്യൂഷൻ ഓഫ് എൻ ഇലക്ട്രോലിറ്റിക് സൊല്യൂഷൻ ഈസ് കറക്റ്റ്? ഏതാണ് ഇതിൽ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോ കെമിസ്ട്രിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബോത്ത് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്, ബോത്ത് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി ഡിക്രീസസ്, കണ്ടക്ടിവിറ്റി ഡിക്രീസസ് ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്, കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി ഡിക്രീസസ്. നിങ്ങൾക്കറിയാം ഡയലൂഷൻ നടക്കുമ്പോൾ കണ്ടക്ടിവിറ്റി എന്താണ്? ഡിക്രീസ് ആവുകയാണ് ചെയ്യുക. അതായത് നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം എന്താണ്? ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത് ഡയലൂഷൻ നടക്കുമ്പോൾ. അപ്പോൾ കണ്ടക്ടിവിറ്റി ഒബിയസ്ലി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. പക്ഷെ മോളാർ കണ്ടക്ടിവിറ്റി അവിടെ എന്താണ്? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ അവിടെ ഇന്റർ അയോണിക് എന്താണ് ഫോഴ്സ് അവിടെ കുറയുന്നു. അതുപോലെ തന്നെ അയോൺസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും അവർക്ക്, അവരുടെ മൊബിലിറ്റി കൂടുന്നത് കൊണ്ട് തന്നെ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യും. വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിലാണെങ്കിലോ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടും എപ്പോൾ? ഡയലൂഷൻ കൂടുമ്പോൾ. അപ്പോൾ അവിടെ എന്താണ്? മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇൻ ഷീ ദ pH of the acid solution should be. ഷീ എന്ന് പറയുന്നത് എന്താ? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണ് അല്ലേ. ഇൻ SHE the pH of the acid solution should be എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ SHEയിൽ എങ്ങനെയാണ് എടുക്കുന്നത്? 1 മോളാർ ആസിഡ് സൊല്യൂഷൻ ആണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ pH കാണാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? pH is equal to negative log H+ കോൺസെൻട്രേഷൻ അല്ലേ. അവിടെ നമ്മൾക്ക് H+ന്റെ കോൺസെൻട്രേഷൻ കിട്ടി. എന്താണ്? 1 മോളാർ ആണ്. നെഗറ്റീവ് ലോഗ് 1 എന്ന് കിട്ടും അല്ലേ. 1 മോളാർ ആസിഡ് സൊല്യൂഷൻ ആണ് നമ്മൾ എവിടെ എടുക്കുന്നത്? SHEയിൽ എടുക്കുന്നത്. അപ്പോൾ H+ന്റെ കോൺസെൻട്രേഷൻ നമുക്ക് എന്തെന്ന് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം. ലോഗ് 1 എന്താണ് മക്കളെ? 0. അപ്പോൾ എത്രയാണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എന്താണ്? സി ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് നാനോ മെറ്റീരിയൽസ്? നാനോ മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈ സർഫസ് ഏരിയ, ക്വാണ്ടം എഫക്ട്സ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ട്യൂണബിൾ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്. ഇതിലേതാണ് നാനോ മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടി അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? നാനോ മെറ്റീരിയൽസിന് പൊതുവെ എന്താണ്? ഹൈ മെൽറ്റിംഗ് പോയിന്റ് അല്ല, പകരം എന്താണ്? ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് വരുന്നത്. എന്താണ്? ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് ആര് കാണിക്കുന്നത്? നമ്മുടെ നാനോ മെറ്റീരിയൽസ് കാണിക്കുന്നത്. ബാക്കിയെല്ലാം എന്താണ്? നാനോ മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഹൈ സർഫസ് ഏരിയ ആണ്, ക്വാണ്ടം എഫക്ട്സ് കാണിക്കുന്നുണ്ട്, ട്യൂണബിൾ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുന്നത്. ബാക്കിയെല്ലാം നാനോ മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ് ആണ്. പക്ഷെ എന്താണ്? ഹൈ മെൽറ്റിംഗ് പോയിന്റ് അല്ല, പകരം എന്താണ്? ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ടൈപ്പ് ഓഫ് നാനോ മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഇൻ സൺസ്ക്രീൻ? നമ്മളെല്ലാവരും ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്നതാണ് സൺസ്ക്രീൻ. സൺസ്ക്രീനിൽ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് നാനോ മെറ്റീരിയൽ ആണ്? നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ വാങ്ങുന്ന സൺസ്ക്രീനിന്റെ ബാക്കിൽ ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റിലുണ്ടത്. നമ്മൾ എപ്പോഴെങ്കിലും ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ടാണോ നിങ്ങൾ സൺസ്ക്രീൻ വാങ്ങാറ്? നമുക്ക് നോക്കാം. ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിയേ. സിൽവർ നാനോ പാർട്ടിക്കിൾസ്, ടൈറ്റാനിയം ഡയോക്സൈഡ് നാനോ പാർട്ടിക്കിൾസ്, ക്വാണ്ടം ഡോട്ട്സ് ആൻഡ് നാനോ ട്യൂബ്സ്. ഇതിലേതാണ്? ടൈറ്റാനിയം ഡയോക്സൈഡ് എന്ന് പറയുന്ന നാനോ പാർട്ടിക്കിൾസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്, സൺസ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സോലിബിലിറ്റി ഓഫ് AgCl ഡിക്രീസസ് ഇൻ. അതായത് സിൽവർ ക്ലോറൈഡിന്റെ സോലിബിലിറ്റി എപ്പോഴാണ് ഡിക്രീസ് ചെയ്യുന്നത്? ഏത് അയോണിനെ അല്ലെങ്കിൽ ഏത് കോമ്പൗണ്ടിനെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ AgClന്റെ സോലിബിലിറ്റി ഡിക്രീസ് ആവുന്നതെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് തന്നിട്ടുണ്ട്. NaNO3 തന്നിട്ടുണ്ട്, NaCl തന്നിട്ടുണ്ട്, AgNO3 തന്നിട്ടുണ്ട്, ബോത്ത് B ആൻഡ് C എന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെയാണ് നമ്മളുടെ എന്ത് പറയുന്നത്? ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ നമ്മൾ 2 ടൈപ്പ് തിയറി പഠിച്ചിരുന്നു. എന്തായിരുന്നു എന്ന് അറിയോ? കോമൺ അയൺ എഫക്റ്റും അതുപോലെ തന്നെ സോലിബിലിറ്റി
പ്രൊഡക്റ്റും. ഇവിടെ വരുന്നത്, ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് എന്താണ്? കോമൺ അയൺ എഫക്റ്റ് ആണ് അല്ലേ? നമ്മുടെ AgCl എടുക്കുക. AgCl നമ്മൾ കണ്ടു, ഇതിൽ കോമൺ ആയിട്ട് അയൺ വരുന്നത്, AgCl ആയിട്ട് കോമൺ ആയിട്ട് അയൺ വരുന്നത് ഇതിൽ ആർക്കൊക്കെയാണ് നോക്കിയേ? NaNO3 കോമൺ അയൺ ആണോ? അല്ല, Naയും NO3 മൈനസും ആണ് ഉള്ളത്. NaCl, അവിടെ ആരുണ്ട്? Cl മൈനസ് എന്ന് പറയുന്ന അയോൺ ഉണ്ട്. അതുപോലെ തന്നെ AgNO3 അല്ലേ, അവിടെ ആരുണ്ട്? Ag എന്ന് പറയുന്ന അയോണും ഉണ്ട് കോമൺ ആയിട്ട്. അപ്പോൾ ഇവിടെ കോമൺ അയൺ എഫക്ട്സ് എങ്ങനെയാണ് സോലിബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നമ്മൾ ഓർക്കണം. കോമൺ അയൺ എഫക്ട്സ് ഉണ്ടോ അവിടെ സോലിബിലിറ്റി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് എന്ത് നോക്കിയാൽ മതി? അവിടെ കോമൺ അയൺ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സോലിബിലിറ്റി എന്ത് ചെയ്യും? കുറയും. ഇനി എങ്ങനെയാണ് കുറയുന്നത് ചോദിച്ചാൽ, AgCl എന്ന് പറയുന്നത് എന്താണ്? ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് അല്ലേ? AgClന്റെ ഡിസോസിയേഷൻ എങ്ങനെയാണ് വരുന്നത്? Ag++Cl- ആണ്. എന്താണ് കോമൺ അയൺ എഫക്റ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? നമ്മളൊരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ സൊല്യൂഷൻ എടുത്തു, അതിലേക്ക് നമ്മൾ ആഡ് ചെയ്തു? ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ എടുത്തത് NaClഉം AgNO3 ആണെന്ന് വിചാരിക്കാം. ഏതെങ്കിലും ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എടുത്താൽ മതിയെ. നമുക്കിവിടെ രണ്ട് കണ്ടീഷനും നോക്കേണ്ടതായിട്ടുണ്ട്. NaCl എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുക? Na++Cl- ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുക. AgNO3യോ Ag++NO3- എന്ന് പറയുന്ന അയോൺസ് ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മളൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്നു ഹാവിങ് കോമൺ അയോൺ അല്ലേ? NaClഉം Cl- എന്ന് പറയുന്ന കോമൺ അയോൺ ഉണ്ട് AgCl ആയിട്ട് അല്ലേ? AgNO3ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ Ag+ എന്ന് പറയുന്ന അയോൺ ഉണ്ട്, AgClലും Ag+ എന്ന് പറയുന്ന അയോൺ ഉണ്ട്, അവിടെയും എന്തുണ്ട്? കോമൺ അയൺ ഉണ്ട്. ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, കോമൺ അയൺ ഉള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിസോസിയേഷനെ സപ്രസ് ചെയ്യണം. അതായത് AgCl ഡിസോസിയേറ്റ് ചെയ്ത് Ag++Cl- ആവുന്ന ആ ഒരു പ്രക്രിയ അവിടെ സപ്രസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമൺ അയൺ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോമൺ അയൺ എഫക്റ്റ് വരുമ്പോൾ നമ്മുടെ സോലിബിലിറ്റി കുറയല്ലേ ചെയ്യുക? കാരണം സോലിബിൾ ആവുമെന്ന് നമ്മൾ എപ്പോഴാണ് പറയാം? നമ്മുടെ കൊടുക്കുന്ന അയോൺസ് അല്ലെ, നമ്മൾ കൊടുക്കുന്ന കോമ്പൗണ്ട്സ് അതിൽ ഡിസോസിയേറ്റ് ചെയ്ത് മാറുമ്പോഴാണ്, ഡിസോസിയേഷൻ നടക്കുമ്പോഴാണ് നമ്മൾ അവിടെ സോലിബിൾ ആണെന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതിലേക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഹാവിങ് കോമൺ അയൺ ഉള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അവിടുത്തെ ആ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിസോസിയേഷനെ നമ്മൾ സപ്രസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇവിടെ AgClന്റെ സോലിബിലിറ്റി കുറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? ബോത്ത് B ആൻഡ് C. അടുത്ത നോക്കുക, ഇൻ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസിഷൻ ഈസ് ടിപ്പിക്കലി ഒബ്സർവ്ഡ്? ഏത് ടൈപ്പ് ഓഫ് ട്രാൻസിഷൻ ആണ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക? റൊട്ടേഷണൽ ആണോ, വൈബ്രേഷണൽ ആണോ, ഇലക്ട്രോണിക് ആണോ, ന്യൂക്ലിയർ ആണോ? ഒബിയസ്ലി ഏതാണ് ആൻസർ? ഇലക്ട്രോണിക് ആണ്. ഓക്കെ, then next question, what is the unit of molar absorptivity? Epsilon. എപ്സിലോണിന്റെ യൂണിറ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ബിയർ ലാംബേർട്സ് ലോ പ്രകാരം എപ്സിലോൺ അബ്സോർബൻസ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു C ഇൻറ്റു L. എപ്സിലോൺ എന്ന് പറയുന്നത് മോളാർ അബ്സോർബിറ്റിവിറ്റി ആണ്, C എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്, ദെൻ L എന്ന് പറയുന്നത് എന്താണ്? പാത്ത് ലെങ്ത് ആണ്. ഓക്കെ, നമ്മളോട് മോളാർ അബ്സോർബിറ്റിവിറ്റിന്റെ യൂണിറ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അബ്സോർബൻസിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. നോ യൂണിറ്റ്, ഡയമെൻഷൻലെസ് യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആണ് ആര്? അബ്സോർബൻസ് എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എപ്സിലോൺ അഥവാ മോളാർ അബ്സോർബിറ്റിവിറ്റിയുടെ എന്താണ്? യൂണിറ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എന്താ മക്കളെ? മോൾ പെർ ലിറ്റർ അല്ലേ? മോൾ ലിറ്റർ ഇൻവേഴ്സ് അല്ലേ എന്ത്? കോൺസെൻട്രേഷന്റെ യൂണിറ്റ്. പാത്ത് ലെങ്ത്തിന്റെ യൂണിറ്റ് എന്തായിരിക്കും? സെന്റിമീറ്ററിലായിരിക്കും. ഓക്കെ, സെന്റിമീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മോളാർ അബ്സോർബിറ്റിവിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും? 1/C ഇൻറ്റു L അല്ലേ നമുക്ക് കിട്ടുക. അതായത് എന്ത് വരും? മോൾ ഇൻവേഴ്സ് ലിറ്റർ സെന്റിമീറ്റർ ഇൻവേഴ്സ്. അതായത് ഇതിൽ ഏതാ കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? B അല്ലേ? ഓപ്ഷൻ ബി, ലിറ്റർ മോൾ ഇൻവേഴ്സ് സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ് ആർക്ക് വരുന്നത്? മോളാർ അബ്സോർബിറ്റിവിറ്റിക്ക് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡ്യൂറിങ് എ ക്രോമറ്റോഗ്രാഫിക് സെപ്പറേഷൻ ഓഫ് കമ്പോണൻസ് A and B, the distance travelled by solvent is 10 cm and that of sample A and B are 4 and 8 respectively. Calculate the retention factor of component A. കമ്പോണന്റ് എയുടെ റിട്ടൻഷൻ ഫാക്ടർ അഥവാ RF വാല്യൂ കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. RF വാല്യൂ എങ്ങനെയാണ് കാണുക മക്കളെ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സബ്സ്റ്റൻസ് ഡിവൈഡർ ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സോൾവെന്റ് ഫ്രണ്ട് ആണ് എന്ത്? RF അല്ലേ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കമ്പോണന്റ് A അല്ലേ? കമ്പോണന്റ് എയുടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എന്താ? 4 അല്ലേ? 4 ഡിവൈഡർ ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സോൾവെന്റ് എത്രയാ? 10. എത്രയാണെന്ന് നമുക്ക് കിട്ടും? 0.4.
ഓക്കെ, 0.4 ഏതാ അതിൽ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്ന? ഓപ്ഷൻ സി ആണ് എന്ത്? 0.4 ആണ് എന്ത്? RF വാല്യൂ ഓഫ് ദി കമ്പോണന്റ്. ഈ കമ്പോണന്റ് ബിയുടെ RF വാല്യൂ ആണെങ്കിലോ ബിയുടെ എത്രയാണ് വരുന്നത്? 8 സെന്റിമീറ്റർ അല്ലേ? 8/10 എന്ന് വരും. അപ്പം എത്രയാണ് കിട്ടുക? 0.8 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻസ്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സെഷൻസ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഏണസ്റ്റ് അക്കാദമിയുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൻ്റെ ലോങ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഇൻറ്റൻസീവ് കോച്ചിങ് ആണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള മെൻറ്റർഷിപ്പോട് കൂടിയിട്ടുള്ള ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൻ്റെ പോസ്റ്റിലേക്ക് ലോങ് ടേം ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താലും മതി. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.